മതങ്ങളുണ്ടായിക്കോട്ടെ, ദൈവങ്ങളുണ്ടായിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. ആ ദൈവങ്ങളെയും മതങ്ങളെയും ആയുധമാക്കിയ പുരോഹിത വർഗം ഈ ഭൂമിയിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഈ ഭൂമി ഇപ്പോൾ സ്വർഗമായിരുന്നേനെ. കാരണം ഈ ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും സ്വർഗം പോലെ ജീവിക്കാനുള്ള അത്രയും ഉൽപ്പാദനം ഈ ഭൂമിയിൽ നടക്കുന്നുണ്ട്. അത്രയും വിഭവങ്ങൾ ഇവിടെയുണ്ട്. എന്നിട്ടും ഒരുപാട് ആളുകൾ പട്ടിണി, ഒരുപാട് ആളുകൾ കഷ്ടപ്പാട്. ആഫ്രിക്ക തൊട്ടിപ്പുറത്തുള്ള ഒരു രാജ്യം, ഒരു ദ്വീപ് രാജ്യമില്ലേ, എന്താ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അവിടെ ടൂർ പോയ നമ്മുടെ ജൈവ വൈവിധ്യങ്ങളുടെ കലവറയായ രാജ്യത്തേക്ക് ടൂർ പോയ ഒരു സംഘം ആളുകൾ ആകാശവാണിയിൽ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ നടത്തിയിരുന്നു. അതിൽ അവർ പറഞ്ഞത് ഒരു രാജ്യം എങ്ങനെയാവണമെന്നല്ല ഞങ്ങൾ പഠിച്ചത്, ഒരു രാജ്യം എങ്ങനെ ആകരുതെന്നാണ്. അവിടെ പൊളിറ്റിക്സ് ഇല്ല, അവർക്കറിയില്ല. അവർ എല്ലാ കൊല്ലവും ഭരണാധികാരത്തിൽ ആരോ വരുന്നുണ്ട്, ആരാ മെമ്പർ, ആരാ പ്രധാനമന്ത്രി എന്ന് പോലും അവർക്കറിയില്ല. ഇതേ അനുഭവം ഞാൻ കഴിഞ്ഞ ദിവസം ഗുജറാത്ത് പോയപ്പോൾ, അഹമ്മദാബാദ് പോയപ്പോൾ അവിടുത്തെ ഓട്ടോറിക്ഷയിൽ എല്ലാ ഓട്ടോറിക്ഷയിലും കയറിയപ്പോൾ ഞാൻ ചോദിച്ചു, മുഖ്യമന്ത്രി ആരാ? അറിയില്ല. മുഖ്യമന്ത്രി മോദി എന്നാണ് പറഞ്ഞേ. മോദി അല്ലാതെ വേറെ മുഖ്യമന്ത്രി അവർക്കില്ല. അവിടുത്തെ കോർപ്പറേഷൻ്റെ കൗൺസിലർ ആരാ അവർക്കറിയില്ല. അവർക്കൊരു പാർട്ടിയെ അറിയാം, ചിഹ്നത്തെ അറിയാം എന്നല്ലാതെ ജനപ്രതിനിധികളെ അവർക്കറിയില്ല. നമ്മുടെ രാജ്യം പൊളിറ്റിക്കലൈസ് ആയിട്ടാണ് ലോകം മൊത്തം വളർന്നത്. ഇപ്പോൾ പൊളിറ്റിക്കലൈസ് ചെയ്യാത്ത ഒരു ജനാധിപത്യത്തിൻ്റെ ശാപമാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ്, BJP ആണെന്ന് ആരും തെറ്റിദ്ധരിക്കല്ലേ. മനുഷ്യനും ഒത്തുചേരുന്ന രസതന്ത്രത്തെയാണ് പൊളിറ്റിക്സ് എന്ന് പറയുക. ഒന്നിച്ചുള്ള വികാസ പ്രക്രിയയാണ് പൊളിറ്റിക്സ് എന്ന് പറയുക. ഭാരതത്തിൻ്റെ ദേശീയ ചിഹ്നം അശോകസ്തംഭമാണ്. എല്ലാ നാണയത്തിലും എല്ലാ കറൻസിയിലും അശോകസ്തംഭമുണ്ട്. എന്താണ് അശോകസ്തംഭത്തിൻ്റെ അർത്ഥം? എന്തിനാണ് അശോകൻ ഇങ്ങനെ 4 മുഖങ്ങൾ 4 ഭാഗത്തേക്ക് തിരിച്ചു വെച്ച സിംഹങ്ങളെ ഉണ്ടാക്കിയത്? ആരും അന്വേഷിച്ചിട്ടുമില്ല, ഒരു മാഷും പഠിപ്പിച്ചിട്ടുമില്ല. സംസ്കാരം എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ പ്രത്യേകത എന്താ? സംസ്കാരം എന്ന് പറഞ്ഞാൽ ചേരേണ്ടത് ചേർക്കലാണ്, വേണ്ടാത്തത് ഒഴിവാക്കലും വേണ്ടത് എടുക്കലേ സംസ്കാരം. ശവസംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? സംസ്കാരവും ശവവും തമ്മിൽ എന്താ വ്യത്യാസം? മരിച്ചു പോയാൽ ആ ബോഡി വേണ്ടല്ലോ, അത് മണ്ണിന് കൊടുത്തു, തീക്ക് കൊടുത്തു, വെള്ളത്തിന് കൊടുത്തു, എല്ലാവർക്കും വീതിച്ചു കൊടുക്കലാണല്ലോ. പഞ്ചഭൂതങ്ങളിലേക്ക് തിരിച്ചു കൊടുക്കുകയാണ്, വേണ്ടെന്ന് ഒഴിവാക്കും. പക്ഷേ വേണ്ടത് എടുക്കുമല്ലോ. അയാളെ ഹുസ്യത്ത് രേഖയും തീയിലിട്ട് കത്തിക്കുമോ? അയാളെ ഓർമ്മകളും അയാളുടെ ഫിക്സഡ് ഡിപ്പോസിറ്റിൻ്റെ സർട്ടിഫിക്കറ്റെല്ലാം ഇങ്ങ് എടുക്കുമോ? ഈ വേണ്ടാത്ത പ്രാണം പോയ ശരീരം ഒഴിവാക്കും. ഇതാ ശവസംസ്കാരം.